ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ശരിക്കും ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണോ? ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ഒരു വണ്ടി മേടിക്കുന്നു. അവനെക്കാട്ടിലും വലിയൊരു വണ്ടിയായിരിക്കണം. എന്ന് വെച്ചാൽ അതിനെക്കാട്ടും കാശ് കൂടുതലുള്ള ഒരു വണ്ടിയായിരിക്കണം. അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുടെ വണ്ടിയെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല വണ്ടിയായിരിക്കണം. നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരെക്കാട്ടിലും ബെസ്റ്റായിട്ടുള്ളൊരു വണ്ടിയായിരിക്കണം. അപ്പം ആക്ച്വലി നമ്മളൊരു വണ്ടി സെലക്ട് ചെയ്യുന്നത് അത് മറ്റുള്ള ആളെക്കാട്ടിലും, അതായത് നമ്മുടെ കൂടെ ഉള്ള നമുക്ക് പരിചയമുള്ള ആൾക്കാരെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു വണ്ടിയായിരിക്കണം എന്നാണ് നമ്മുടെ മൈൻഡിൽ. അല്ലാതെ ആ വണ്ടിയുടെ നമുക്കിഷ്ടമുള്ളൊരു വണ്ടിയല്ല നമ്മൾ മേടിക്കുന്നത്. ശരിയല്ലേ? ഇതുപോലെ തന്നെ നമ്മളൊരു വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുന്നു. നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാർക്കുള്ള വീടിനെക്കാട്ടിലും ബെറ്ററായിട്ടുള്ളൊരു വീടായിരിക്കണം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ നമുക്ക് സൗകര്യം, നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് പറ്റിയൊരു വീട്, ഇന്ന ബാത്റൂംസും ഇന്ന ബെഡ്റൂംസും ഇന്ന രീതിയിൽ ഉള്ള സൗകര്യങ്ങളും ഒക്കെയുള്ളൊരു വീടല്ല നമ്മൾ ചിന്തിക്കുന്നത്. അവൻ്റെ വീടിനെക്കാട്ടിലും വലിയൊരു വീട് വെക്കണം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിയല്ലേ? പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നു, വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നു. അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ കണ്ടിട്ടുണ്ടോ, പലയിടത്തും പോയി ഫുഡ് കഴിക്കുമ്പം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലിടും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ വേദി. ഇത് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു വേദിയാണ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്. അപ്പോൾ ഇതെല്ലാം ഫോട്ടോസ് എടുത്ത്, ഇൻസ്റ്റാഗ്രാമാണ് മെയിനായിട്ട്, ഇതെല്ലാം ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്തിടും. ഞാൻ ഇന്ന സ്ഥലത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രോഗ്രാമിന് പോകുന്നു, ഇന്ന ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണു, ഞാൻ പ്ലെയിനിൽ കയറുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് രാജ്യത്ത് പോകുന്നു. ഇതെല്ലാം പൈസ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും ബെറ്ററാണ് ഞാൻ എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ല, നമുക്കിഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്കിഷ്ടമുണ്ടായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. സ്വന്തം സ്വകാര്യതയിൽ ആണ് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിനകത്തിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിഷ്ടമുണ്ടായിട്ടല്ല ചെയ്യുന്നത്. നിങ്ങളത് മറ്റുള്ളവരെ കാണിക്കാനാണ് ചെയ്യുന്നത്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിൻ്റെ 3/4 പങ്കും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നത്. നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് വേണ്ടി ജീവിക്കുക. അതുപോലെ തന്നെ ഡ്രസ്സസ് മേടിക്കുന്നത് അവരെക്കാട്ടിലും നല്ല ഡ്രസ്സായിരിക്കണം. ഈ സ്ത്രീകളാണെങ്കിൽ ആ ഡ്രസ്സ്, ഈ ഡ്രസ്സ്, മേക്കപ്പ്. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് എന്തിനാണ് അവർ ചെയ്യുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ. നമ്മളാണെങ്കിലും മീശയൊക്കെ കറുപ്പിച്ച് എല്ലാം കറുപ്പിച്ച് ഒക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് മേടിച്ചിടുന്ന ഇതെല്ലാം നമ്മൾ എന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. അവൻ്റെ ഡ്രസ്സിനെക്കാട്ടിലും ഭംഗിയുള്ള ഡ്രസ്സായിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ വിധാനം, അല്ലെങ്കിൽ ഒരു ഫാഷൻ, അവൻ്റെ ഫാഷനെക്കാട്ടിലും ബെറ്ററായിട്ടുള്ളൊരു ഫാഷനായിരിക്കണം എൻ്റെ. പിന്നെ ഒരു സ്ഥലത്ത് പോകുമ്പം
ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യുക, പക്ഷേ എപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യുക. നമുക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് യൂസ് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഡ്രസ്സ് നമ്മൾ ഇടരുത്. അത് മിക്കവാറും നമുക്ക് ചേരുകയില്ല. ഇപ്പോൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരുടെ ഡ്രസ്സസ്, അത് ആക്ച്വലി അവർ സ്വന്തമായിട്ട് അവരുടെ ഇഷ്ടത്തിന് ഇടുന്നൊരു ഡ്രസ്സല്ലത്. അവരത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇടുന്നൊരു ഡ്രസ്സാണ്. ചില ആൾക്കാർ സഫാരിയൊക്കെ ഇട്ട് നടക്കും, ചില ആൾക്കാർ ഒരു കോട്ട് സൂട്ട് പോലത്തെ ഡ്രസ്സൊക്കെ ഇടും. ഇതൊന്നും ആക്ച്വലി അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് ഇടുന്നതല്ല, അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇടുന്നതാണ്. അങ്ങനെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ ഓർണമെൻറ്റ്സ് മേടിക്കുന്നു. അതൊക്കെ മേടിക്കുന്ന ഓർണമെൻറ്റ്സ് മേടിക്കുന്ന അതെ അവളുടെ കയ്യിൽ മറ്റേതുണ്ടായിരുന്നു, അതിനെക്കാട്ടും ബെറ്ററായിട്ടുള്ളൊരു ഇതായിരിക്കണം, പുതിയ ഫാഷൻ നെക്ലേസ് ആയിരിക്കണം, പുതിയ ഫാഷനായിട്ടുള്ളൊരു വളയായിരിക്കണം. ഇങ്ങനത്തെ പല ഈ കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, മാത്രമുള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? എന്ത് സാധനം മേടിക്കുന്നതിന് മുമ്പും എന്ത് സാധനം ഉപയോഗിക്കുന്നതിന് മുമ്പും അത് നിങ്ങൾക്ക് കംഫർട്ടാണോ, നിങ്ങൾക്കിഷ്ടമാണോ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. എന്തിനാണ് നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്? ലീവ് ഫോർ യുവർ സെൽഫ്. സന്തോഷങ്ങളും എല്ലാം നമുക്കുണ്ടാവും നമ്മൾ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഒരു ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ തന്നെ നമ്മുടെ പ്രൈവസിയിൽ, നമ്മുടെ സന്തോഷത്തിന് നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. അതായിരിക്കണം നമ്മുടെ സന്തോഷം. അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും, വണ്ടി തന്നെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി മേടിക്കാം, നമുക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ളൊരു വണ്ടി മേടിക്കാം. വണ്ടി ഓടിക്കാനുള്ളതല്ലേ, ഓടിക്കാൻ താല്പര്യമുള്ളൊരു വണ്ടി മേടിക്കാം. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടിച്ചു നടക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും. വീടാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു വീട് പണിയാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു വീട് പണിതെടുക്കുമ്പം നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും. എല്ലാ മനുഷ്യനും ഡിഫറെൻ്റാണ്. ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും ഡിഫറെൻ്റാണ്. അല്ല സെയിം ക്യാരക്ടറല്ല, സെയിം കാര്യങ്ങളല്ല, സെയിം ചിന്താഗതികളല്ല. എല്ലാ മനുഷ്യനും ഡിഫറെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടമുള്ള ഒരു വീട് പണിയുക, ജീവിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും A to Z നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. Don't live for others. Live for yourself. Love yourself. Okay?